എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വിടണ്ടായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് പൂർത്തീകരിക്കത്തില്ല, പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫാമിലിയിലായാലും ശരി, പുറത്ത് നാട്ടുകാരായാലും ഒക്കെ ശരി. പക്ഷേ ഇവരെല്ലാവരും ഇതായിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റും, അവളത് അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച ഒരേ ഒരാൾ എൻ്റെ അങ്കിളാണ്. അപ്പം അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ എനിക്കിത് അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു. എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും പാസ്സായി എൻ്റെ ആ ഗ്രാജുവേഷൻ ഡേയിൽ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സർട്ടിഫിക്കറ്റും ആ ഒരു മെഡലും മേടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അവർ മേടിച്ചപ്പോൾ ഉണ്ടായ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അത് മേടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ജയിച്ചതിന് തുല്യമായിരുന്നു എനിക്ക് അതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ക്യാപ്പ് എൻ്റെ അങ്കിളിന് വെച്ച് കൊടുത്ത ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. എൻ്റെ അങ്കിളും ആൻറ്റിയും ഭയങ്കര പ്രൗഡായിരുന്നു അന്നത്തെ ആ ഒരു ഡേ ഫുള്ള്. അവരുടെ ഫേസിൽ ആ ഒരു ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്കെന്തായാലും ഈ ഒരു ഡേ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. അതുപോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് അച്ചീവ് ചെയ്തിട്ടുള്ളത്.